ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ഡയറീസ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ വിഷുവൊക്കെ അടുത്ത് കഴിഞ്ഞു, നമുക്കറിയാം. അപ്പോൾ എല്ലാവരും അതിൻ്റെയൊക്കെ തിരക്കിലായിരിക്കും. ഇപ്പോഴേ സ്റ്റാർട്ടായിട്ടുണ്ടാവും തിരക്കെല്ലാം. അപ്പോൾ ഓക്കെ, നമുക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ യൂസ് ചെയ്യുന്ന കോസ്മെറ്റിക് പ്രൊഡക്ട്സ് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്ന് 1 by 1 കാണിച്ചു തരാനാണ്. അപ്പോൾ സജഷൻ ഉണ്ടായിരുന്നു, ചേച്ചിയുടെ കോസ്മെറ്റിക്സ് പ്രൊഡക്ട്സ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ആൾ പുതിയതായിരിക്കും എൻ്റെ, എങ്കിലും ഞാൻ എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം ഞാൻ യൂസ് ചെയ്യുന്ന കോസ്മെറ്റിക്സ് ഏതൊക്കെയാണെന്നുള്ളത്. ഒരുപാടൊന്നുമില്ല എന്നറിയാം, എങ്കിലും കുറച്ചുണ്ട്. സ്കിൻ കെയർ പ്രൊഡക്ട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോസ്മെറ്റിക്സിൻ്റെത് ഇന്ന് എന്തെങ്കിലും 2-3 ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ വെച്ചിട്ട് എന്തായാലും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ പുതിയ ആരെങ്കിലും എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർ പുതിയതാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് വീഡിയോ കാണാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ ഒരു ചെറിയൊരു വിഷയമുണ്ട് ഗൈസ്. എൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഞാൻ അവിടെ നല്ല വൃത്തിയായിരിക്കും കോസ്മെറ്റിക്സ് പ്രൊഡക്ട്സ് ഒക്കെ. ഇത് ഞാൻ എൻ്റെ ഒരു ബാഗിലാണ് ഞാൻ ശരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു 3 ബാഗ്സ് ഉണ്ട്. ഇതിൽ നിറയെ കോസ്മെറ്റിക്സ് ആണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഇതിൽ എൻ്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സും കോസ്മെറ്റിക്സും എൻ്റെ ഒരു എന്താ പറയുക അലർജിയുടെ കാര്യങ്ങളൊക്കെ ഇതിൽ ഒന്നിച്ച് ഞാൻ ഇട്ടിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഈ ഒരു ബാഗ് എടുക്കുമ്പോൾ അതിൽ പിടിക്കാത്തതൊക്കെ ഈ ഒരു കുഞ്ഞു 2 ബോക്സിലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് പെട്ടെന്ന് കോസ്മെറ്റിക്സ് മാത്രം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഒരു 5 മിനിറ്റ്. ഫസ്റ്റ് നമുക്ക് ഇതിൽ നോക്കാം. കോസ്മെറ്റിക്സ് ഇതൊക്കെ വേറെ വെക്കണ്ടേ. ഓക്കെ ഗൈസ്, അപ്പോൾ ഓക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ ഒരുപാട് യൂസ് ചെയ്യാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഓക്കെ ഗൈസ്, എനിക്ക് ഒരുപാട് മേക്കപ്പ് പ്രൊഡക്ട്സ് ഒന്നും ഇല്ല കേട്ടോ. നിങ്ങൾ ഇതിലിപ്പോൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് ലിപ്സ്റ്റിക്സ് കളക്ഷൻ ഉണ്ട്. അത്യാവശ്യമാണ്, അനാവശ്യമായിട്ടൊന്നുമില്ല. ഇതിൽ തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു 3-4 ഉണ്ടാവും. ബാക്കിയൊക്കെ ഞാൻ യൂസ് ചെയ്യാത്തതാണ്. പിന്നെ മെയിനായിട്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഞാൻ ഫസ്റ്റ് വാങ്ങിയ ബ്രഷസ് കാണിച്ചു തരാം. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഐ ഷാഡോസ് ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. ഞാൻ മെയിനായിട്ട് ഐ ഷാഡോസിന് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിയത്. ഇപ്പോൾ ഞാൻ ഡാൻസ് പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ ഡാൻസിന് വേണ്ടിയിട്ട് മേക്കപ്പിന് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് എൻ്റെ മെയിനായിട്ട് ഐ ഷാഡോ പാലറ്റ്. അപ്പോൾ അതിൽ ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് ഞാൻ അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ വലിയ ഒരു റേറ്റിൻ്റെ ഒന്നല്ല ഇത്. എല്ലാം ഞാൻ അഫോർഡബിൾ ആയിട്ട് എൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നതൊക്കെ ബിലോ 500 ആയിരിക്കും. അപ്പോൾ ഞാൻ അതിന് കൂടുതലൊന്നും ഞാൻ ഇതുവരെ യൂസ് ചെയ്തില്ല. ആകെ യൂസ് ചെയ്തത് ഒരു ലിപ്സ്റ്റിക്ക് മാത്രമാണ്. ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ. ഈ ഒരു ലിപ്സ്റ്റിക്കിന് മാത്രമേ 699 എങ്ങാനും ഒരു ദിവസം ഉണ്ടായില്ല. ഈ ഒരു പ്രൊഡക്ട്സ് ഒഴികെ ബാക്കിയെല്ലാം ബിലോ 500 ആണ്. ഞാനങ്ങനെ വലിയ റേറ്റിൻ്റെ ഒന്നും കോസ്മെറ്റിക്സ് യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ വലിയ റേറ്റിൻ്റെ എന്നല്ല, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് വാങ്ങിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതുവരെ ഒന്നും ഫേസിനൊന്നും പണി കിട്ടിയിട്ടില്ല. അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ നോക്കുക, നല്ലത് തന്നെ വാങ്ങാൻ നോക്കുക. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഞാൻ ഫ്ലിപ്കാർട്ട് നടന്നത്. ഇതൊക്കെ ഞാൻ ഒരു 3 years 2 years ഒക്കെ അബവ് 2 years ആയിട്ടുണ്ടാവും യൂസ് ചെയ്യാൻ തുടങ്ങിയ പ്രൊഡക്ട്സാണ്. അതിന് മുന്നേ ഇതൊന്നുമില്ല. അതൊക്കെ ഞാൻ കളഞ്ഞു. നമുക്ക് ഡേറ്റ് ഉണ്ടല്ലോ, എക്സ്പയറി ഡേറ്റ് ഉണ്ട്, അതിനുശേഷം കളഞ്ഞു. ഇതൊക്കെ പുതിയ സാധനങ്ങളാണ്. അപ്പോൾ ഇത് ഞാനിപ്പം ഒരു വലിയൊരു ബ്രഷ് ഉണ്ട്. ബ്രഷസിൽ കുറച്ച് കളക്ഷൻസ് ഉണ്ട്. ഇത് എനിക്കൊന്ന് 199 എങ്ങാനുള്ള ചെറിയ ബ്രഷാണ്. ഞാൻ മേക്കപ്പ് ബ്രഷസ് എന്നുള്ള ഒരു കിറ്റീൻ്റെ ഒരു ചെറിയൊരു കുഞ്ഞു ബോക്സാണ്. സാധനം വലിയ കുഴപ്പമൊന്നുമില്ല. ഞാനങ്ങനെ എപ്പോഴും യൂസ് ചെയ്യുന്നില്ല. സ്ഥിരം യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അത്ര വലിയ എന്നായിരിക്കും തോന്നുന്നില്ല. ബാക്കി ഒരു കുഞ്ഞു ബ്രഷസ് ഉണ്ട് ഓരോന്നിനായിട്ട്. ഞാനിത് എപ്പോഴെങ്കിലും ഇതിലേതോ ഒന്നായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇതെപ്പോഴും ഐ ഷാഡോ യൂസ് ചെയ്തു. ബാക്കിയൊക്കെ സ്ഥിരം ഷോ ഓഫ് വെക്കുന്ന സാധനങ്ങളാണ്.
ഇതിൻ്റെ പ്രൊഡക്ട്സിൻ്റെയൊക്കെ ലിങ്ക്സ് ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാം ചെറിയ റേറ്റിൻ്റെ സാധനങ്ങളാണ്. വല്ലപ്പോഴും യൂസ് ചെയ്യുന്നവർക്കൊക്കെ നല്ലതാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഐ ഷാഡോ തന്നെ നോക്കാം. ഇത് ഞാൻ മുന്നേ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. മേക്കപ്പ്, ട്രഡീഷണൽ മേക്കപ്പ് ലുക്കിലൊക്കെ ഞാൻ ഈ ഒരു ഐ ഷാഡോ പാലറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇത് 299 ഉള്ള ഐ ഷാഡോ പാലറ്റാണ്. 299 രൂപയാണ് ഇതിന്. ഫ്ലിപ്കാർട്ടിൽ തന്നെയാണ് വാങ്ങിയത്, മാർസിൻ്റെ ആണ്. ഓക്കെ, ഇത് എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു കാരണമുണ്ട്. ഡാൻസ് പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഡാൻസിൻ്റെ മേക്കപ്പ് എൻ്റെ ഡാൻസ് ഞാൻ ചെയ്തവർക്ക് ഞാൻ തന്നെയാണ് മേക്കപ്പ് അധികം ചെയ്ത് കൊടുക്കാറുള്ളത്. ചെറിയ ചെറിയ കുട്ടികളെ സിനിമാറ്റിക് ഒക്കെ ആണെങ്കിൽ ഇതാ ഈ ഒരു നല്ല ഗ്ലിറ്ററിങ് ഇതാ കണ്ടോ, ഒളിയുന്ന അടിപൊളിയാണ്. ഇതൊക്കെ നല്ല ഐ ഷാഡോ ഡാൻസിനൊക്കെ യൂസ് ചെയ്യാൻ നല്ലതാണ്. ഞാനതുപോലെ തന്നെ ഞാൻ മെയിനായിട്ട് ഷൂട്ടിനാണ്, ഡാൻസ് ഷൂട്ടിനൊക്കെയാണ് ഞാൻ ഐ ഷാഡോ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ എപ്പോഴെങ്കിലും മാരേജ് ഫങ്ഷൻ, പാർട്ടി, നമ്മുടെ എന്തെങ്കിലും ബർത്ത്ഡേ ഫങ്ഷൻ, അങ്ങനെ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിലും ഐ ഷാഡോ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഇത് ഒരു ഐ ഷാഡോ പാലറ്റ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഞാനതാ പറഞ്ഞു, ഞാൻ ഐ ഷാഡോ യൂസ് ചെയ്യാത്തൊരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ ഒരു വ്ളോഗൊക്കെ ചെയ്യുമ്പോഴാണ് മെയിനായിട്ട് ഇതിൻ്റെയൊക്കെ ആവശ്യങ്ങൾ മനസ്സിലാവുന്നുള്ളത്. അപ്പോഴാണ് ഞാനിത് ശരിക്കും വാങ്ങിയത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബ്രഷ്, അതിൻ്റെ കൂടെ സെപ്പറേറ്റ് ആയിട്ടൊരു ബ്രഷ് കൂടി ഉണ്ടായിരുന്നു, അതവിടെയാണുള്ളത്. അപ്പോൾ പിന്നെ ഉള്ളത് ഒരു മിററുണ്ട്. ഈ മിററും ഞാൻ വ്ളോഗൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ക്യാമറ നോക്കി ഇടാൻ വേണ്ടി ബുദ്ധിമുട്ടല്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കിയിട്ട് ചെയ്യും. അപ്പോൾ ഈ മിററും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ ഇതിൻ്റെ കൂടെ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഇത് അടിപൊളിയായിരുന്നു കേട്ടോ ഈ മിറർ. ഞാൻ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇതുവരെ പോക്കറ്റ് മിററൊന്നും ഇല്ല. ഞാൻ അങ്ങനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു പോക്കറ്റ് മിറർ വാങ്ങിയത്. അത്യാവശ്യം ക്യൂട്ടാണ്, നമുക്ക് കൊണ്ടുനടക്കാനൊക്കെ ക്യൂട്ടാണ് കണ്ടോ. ഓക്കെ, അപ്പോൾ ഇനി പുതിയതായിട്ട് കാണിക്കാനായിട്ടുള്ളത് ഒരു ടിൻഡഡ് സൺസ്ക്രീൻ വാങ്ങിയിട്ട്. ഇത് സൺസ്ക്രീൻ കോസ്മെറ്റിക്സ് പ്രൊഡക്ട്സിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് കാണിക്കാനുള്ള കാരണം ഇത് ടിൻഡഡ് സൺസ്ക്രീൻ ആണ്. ഇത് നമുക്ക് കോസ്മെറ്റിക്സ് ഉൾപ്പെടുത്താം. ഓക്കെ, സ്കിൻ കെയർ പ്രൊഡക്ട്സിൽ അല്ലാണ്ട് ഈ ഒരു സൺസ്ക്രീൻ ഞാൻ ഒരു ഫിലിം ആക്ട്രസിൻ്റെ വ്ളോഗിൽ നിന്നായിട്ട് കണ്ടിട്ട് വാങ്ങിയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് സൺസ്കൂപ്പിൻ്റെ സൺസ്ക്രീനാണ്. SPF 15+ PA+++, PA4+. ഓക്കെ, അപ്പോൾ ടിൻഡഡ് സ്ട്രോപ്പ് സൺസ്ക്രീൻ ആണ് കേട്ടോ, ഫോർ കോമ്പിനേഷൻ ടു ഡ്രൈ സ്കിൻ. അപ്പോൾ ഇന്നോവിസ്റ്റിൻ്റെ ആണ് ഇത്. ഇന്നോവിസ്റ്റിൻ്റെ ബ്രാൻഡിൻ്റെ ആണ്. സൺസ്കൂപ്പ് അടിപൊളി സൺസ്ക്രീൻ ആണ്. ഇത് പുതിയതാണ്, ഞാൻ ഇതുവരെ വീഡിയോസിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകം ഞാൻ ഇതെന്തുകൊണ്ടാണ് കാണിക്കുന്നത് വെച്ചാൽ ഇത് ടിൻഡഡ് ആണ് കണ്ടോ, ടിൻഡഡ് സൺസ്ക്രീൻ ആണ്. നിങ്ങൾക്ക് തിരക്കിൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്നുണ്ടെന്ന് വിചാരിച്ചോ, തിരക്കിൽ നിങ്ങൾ എന്താ പറയുക, നമ്മൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ഒക്കേഷൻ, നിങ്ങൾക്ക് പെട്ടെന്നൊരു സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ മേക്കപ്പ് ഒന്നും ചെയ്യാനൊരു ടൈമില്ല, പക്ഷേ നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാണ്ട് പോകാനും പറ്റില്ല എന്നുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇടാൻ വേണ്ടി പറ്റിയതാണ് ടിൻഡഡ് സൺസ്ക്രീൻ. കണ്ടോ, രണ്ടും വൈറ്റ് കാസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തിരിയുന്നുണ്ടാവില്ല, ഞാൻ കുറച്ച് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സൺസ്ക്രീനിൻ്റെ കൂടെ തന്നെ മേക്കപ്പും രണ്ട് കാര്യങ്ങൾ നടന്നു. അതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ടിൻഡഡ് സൺസ്ക്രീൻ വാങ്ങിയത്. അപ്പോൾ എനിക്കിഷ്ടമായി. നല്ല ഗ്ലോ തരുന്നുണ്ട്, ഗ്ലോ ഈവൻ ടോൺ, നല്ല ഒരു ടോൺ തരുന്നുണ്ട് നമ്മുടെ ഫേസിന്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാൻ നോക്കാവുന്നതാണ്. സൺസ്കൂപ്പിൻ്റെ ആണ്, ഇന്നോവിസ്റ്റിൻ്റെ സൺസ്കൂപ്പ്, നല്ല അടിപൊളി ബ്രാൻഡാണ് ഇന്നോവിസ്റ്റ്. അപ്പോൾ അവരുടെ ടിൻഡഡ് സൺസ്ക്രീൻ ആണ്. ടിൻഡഡ് അല്ലാത്തതും ഉണ്ട്, പക്ഷെ ഞാൻ ടിൻഡഡ് ഒന്ന് ആദ്യമായിട്ടാണ് ടിൻഡഡ് സൺസ്ക്രീൻ നോക്കിയത്. അപ്പോൾ ഈ സൺസ്കൂപ്പിൻ്റെ ഇന്നോവിസ്റ്റിൻ്റെ സൺസ്ക്രീൻ അടിപൊളിയാണ്. എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും, ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാം. ഇനി നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഫൗണ്ടേഷൻ സ്റ്റിക്കാണ്. ഇതും ആദ്യമൊക്കെ ഇട്ട വീഡിയോസിലുണ്ടാവും, കാണിച്ചിട്ടുണ്ട്. HD ആണ്, ഒരു അപ് ടു 12 hours സ്റ്റേ ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നല്ല ലോങ് ലാസ്റ്റിംഗ് ആയ ഒരു ഫൗണ്ടേഷൻ സ്റ്റിക്കാണ്. നല്ല അടിപൊളി ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. അതിൻ്റെ സ്മെല്ല് എന്ന് പറയുന്നത് അടിപൊളിയാണ്. ഇതിപ്പോൾ വാനിലാൻ്റെ ആണ് എൻ്റെ കയ്യിലുള്ളത്.
നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടോൺ നോക്കിയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അടിപൊളിയാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് അതുപോലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ നിങ്ങളുടെ പാർട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. മാർക്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇപ്പോൾ കണ്ടോ, നമ്മുടെ മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ മാത്രം ജസ്റ്റ് അവിടെ ഫുള്ള് കൊടുക്കാൻ താല്പര്യമില്ലാത്തവർ മാർക്സ് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ബ്ലൂ ഹെവൻ്റെ ആണ് കേട്ടോ ഈ ഒരു ഓൾ ഇൻ വൺ മേക്കപ്പ് സ്റ്റിക്ക്. ഓക്കെ, അടിപൊളിയാണ് ഫൗണ്ടേഷൻ സ്റ്റിക്ക്. നിങ്ങൾക്ക് മസ്റ്റായിട്ടും ട്രൈ ചെയ്യാൻ നോക്കിയ ഒരു ഫൗണ്ടേഷൻ സ്റ്റിക്കാണ് ഇത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്ത് കഴിയാറായതാണ്. ഇത്രയേ ഉള്ളൂ. പ്രൊഡക്ട്സ് ഏകദേശം ഒരു ഇത്ര ഉണ്ടാവും. ഇതിപ്പോൾ ഒരുപാടായി ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അധികമൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ യൂസ് ചെയ്യാം. ഇനി അടുത്തത് NYBയുടെ 3-in-1 സെറാണ്. ഇതിനെ പറ്റിയിട്ട് എനിക്ക് പറയുമ്പോൾ എനിക്ക് എപ്പോഴും ചിരി വരും. കാരണം ഞാൻ ഒരുപാട് തവണ ഇത് പറഞ്ഞു. എൻ്റെ എല്ലാ വീഡിയോസിലും ഒരു ഭൂരിഭാഗം മേക്കപ്പ് വീഡിയോസിലൊക്കെ ഇതുണ്ട്. കാരണം ഞാനിതാണ് ഒരു 2 ഇയേഴ്സൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള. അതുകൊണ്ട് തന്നെ എല്ലാ മേക്കപ്പ് പ്രൊഡക്ട്സിനും ഞാനിത് സ്ഥിരമായിട്ട് പറയാറുണ്ട്. അപ്പോൾ NYBയുടെ ആണ് 3-in-1 സെറം. ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. ഞാൻ പേർപ്പിൾ ആപ്പിൽ നിന്നാണ് വാങ്ങിയത്. ഓൺലൈനായിട്ട് വേറെ ഒരു ആപ്പിലും ഇത് അവൈലബിൾ അല്ല. പേർപ്പിൾ ആപ്പിൽ മാത്രമേ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രൈമറായിട്ടും ഫൗണ്ടേഷനായിട്ടും സെറായിട്ടും യൂസ് ചെയ്യാം. നല്ല ലിക്വിഡ് ഫോമാണ്. കാണിച്ചിട്ടുണ്ടല്ലോ, ഇതിൽ ഏകദേശം പ്രൊഡക്റ്റ് കഴിഞ്ഞ കേട്ടോ. പക്ഷേ ഇനിയും ഉണ്ട് യൂസ് ചെയ്യാൻ. ഇതിങ്ങനെ എടുക്കുമ്പോൾ കിട്ടുന്നില്ല. പക്ഷേ ഇങ്ങനെ എടുക്കുമ്പോൾ എനിക്ക് ഒരുപാട് പ്രൊഡക്ട്സ് ഇതിൽ ഇനിയും ഉണ്ട് അത്രേ. കണ്ടോ, അപ്പോൾ ഞാൻ ഇപ്പോൾ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊഡക്ട്സ് ഇതിൽ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇത്രയും അതിൽ താണു പോയി, കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇനിയും ഒരുപാടുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ നെക്സ്റ്റ് വേറെ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. അടിപൊളിയാണ്. നല്ല സ്മെല്ല്, നല്ല അടിപൊളി സ്മെല്ലാണ്. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് ഇതും NYBയുടെ ആണ്. പ്രോസ്റ്റോപ്പ് ക്രീമാണ്. ഇത് റോസ് ഡയമണ്ട് ആണ് ഇതിൻ്റെ ഷെയ്ഡ്. വേറെയും ഇതിൻ്റെ ഷെയ്ഡ് ഉണ്ട്. സിൽവർ ഷെയ്ഡ് അവൈലബിൾ ആണ്. ഈ ഡയമണ്ട് ഷെയ്ഡാണ്. ഓക്കെ, ഇത് ഞാൻ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാനാണ് യൂസ് ചെയ്യാറുള്ളത്. നല്ല ഇവിടെ ഒരു നല്ല എന്ത് പറയാം, നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഭാഗത്ത് നല്ല ഷൈനായിട്ട് ഒരു ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. ഞാനധികം എൻ്റെ ഒരു മൂക്കിൻ്റെ ഈ ഒരു പോർഷനും 2 ചീക്സ് 2 കവിളിലും കൊടുക്കും. പിന്നെ അത്യാവശ്യം ഇവിടെ നമ്മുടെ നെറ്റിയിലും കുറച്ച് കൊടുക്കും. പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ അവിടെ മാത്രം ഒരു എന്ത് പറയാം, ജസ്റ്റ് ഇവിടെ മാത്രം ഒരു എന്തോ ഒരു സാധനം പറ്റി പിടിച്ച പോലെ നിൽക്കും. അപ്പോൾ ഇത് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നമുക്ക് കാജൽ. ഞാൻ യൂസ് ചെയ്യുന്ന 2 കാജൽ. ഇത് നോക്കണ്ട കേട്ടോ, ഇവിടെ എന്താ കറുപ്പ് ഷെയ്ഡെന്ന് അറിയോ. ഇത് ഊരാൻ പറ്റാത്തപ്പോൾ ഞാൻ ഇടയ്ക്ക് കടിച്ചിട്ടൊക്കെ ഊരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇത് പോയതാണ്. ഓക്കെ, അങ്ങനെയൊന്നും ഊരരുത്. ഞാൻ അങ്ങനെ ചെയ്യുന്നതെന്ന് കരുതി നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഓക്കെ, പിന്നെ ഇനി അയക്കാൻ കുറച്ച് പാടാണ് ഗൈസ്. ഇതാ ഇത് ഷാർപ്പനം ചെയ്യണം. ഞാൻ കുറേ ആയി ഇതിൻ്റെ പൊട്ടിപ്പോയി. ഇത് ഞാൻ കഴിഞ്ഞ തവണ ഞാൻ അടിപൊളി കാജൽ സത്യം പറഞ്ഞാൽ അടിപൊളി കാജലാണ്. പക്ഷേ കാജൽ ഞാൻ 2 കാജലുണ്ട് യൂസ് ചെയ്യുന്നത്. ഒരു ഹിമാലയേണ്ടതുണ്ട്, അത്യാവശ്യം ഇത് യൂസ് ചെയ്യും. ഇത് ഞാൻ അത്യാവശ്യം കല്യാണത്തിനൊക്കെ പോകുമ്പോഴാണ് യൂസ് ചെയ്യാറുള്ളത്. ഇത് ഞാൻ ഡെയിലി യൂസിന് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയണ്ട. ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ നിൽക്കണ്ട. നാട്ടിൽ നിന്ന് തന്നെ ഞാൻ വാങ്ങിയതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് തന്നെ വാങ്ങാം. ഓക്കെ, ഇതിപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ എനിക്കിതിൻ്റെ ഒരു ഡ്രോബാക്സ് എന്ന് പറയുന്നത്, ഇതിന് പെട്ടെന്ന് മൊന പൊട്ടി പോകുന്നുണ്ട്. ഇത് മൊത്തത്തിലുള്ളതാണ്. ഇത്രയും കാജലുണ്ട് ഇതിൽ, ഫുള്ളായിട്ടുണ്ട്. നമ്മുടെ പെൻസിൽ പോലെ ഷാർപ്പൻ ചെയ്ത് കട്ടർ എന്താ നമ്മൾ പെൻസിലിൻ്റെ മൊന പൊട്ടുമ്പോൾ തോറും നമ്മളിങ്ങനെ ഷാർപ്പൻ ചെയ്തെടുക്കാറില്ലേ, അപ്പോൾ അതുപോലെ ചെയ്യേണ്ടതെന്നാണ് ഇതും. അപ്പോൾ ഇതിൻ്റെ എന്ന് വെച്ചാൽ അതുകൊണ്ടാണോ എന്നറിയില്ല, നമ്മൾ ഒരിക്കൽ ഞാനിത് ചെയ്തിട്ട് ഷാർപ്പൻ ചെയ്ത് അപ്ലൈ ചെയ്തിട്ട് രണ്ട് തവണ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ മൊന അങ്ങ് അടിഞ്ഞു പോകും. അതുകൊണ്ട് ഒരുപാട് ഇതിൽ വേസ്റ്റ് ആയിട്ടുണ്ട്. ഒരുപാട് പ്രൊഡക്ട്സ് വേസ്റ്റാണ്. പക്ഷേ കാജൽ അടിപൊളി കാജലാണ്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് തവണ ലോങ് ലാസ്റ്റ് ചെയ്യും.
പിന്നെ ഞാൻ ഇടയ്ക്ക് കൈ കൊണ്ടൊക്കെ എടുത്തിടാറുണ്ട് ഇപ്പോൾ, കാരണം മോനെ പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്നതുകൊണ്ട് ഇടയ്ക്ക് അങ്ങനെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു ഡ്രോബാക്സ് പറയുന്നത് അതാണ് ഗൈസ്. പക്ഷെ കാജൽ അടിപൊളിയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഐലൈനർ ഞാൻ യൂസ് ചെയ്യുന്നത് മില ബ്യൂട്ടീൻ്റെ അൾട്ടിമേറ്റ് ഐലൈനറാണ്. ഞാൻ കുറേ ഐലൈനറൊന്നും ഇല്ല എൻ്റെ കയ്യിൽ. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിയൊരു വാട്ടർ പ്രൂഫ് ഐലൈനറിൻ്റെ പെൻസിലുണ്ട്. ഇത് വാങ്ങിയിട്ട് ഫ്ലോപ്പായ സാധനമാണ് ഗൈസ്. ഞാൻ അതുകൊണ്ട് ഇത് യൂസ് ചെയ്യാറില്ല. ഇത് ചെറിയ റേറ്റേ ഉള്ളൂ, 50 രൂപ എങ്ങനെ. അത് ഞാനൊരു വെറുതെ ജസ്റ്റ് ഒരു ഫാൻസിന്ന് വാങ്ങിയതാണ്. പക്ഷേ സാധനം ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ഡാർക്ക് ഉണ്ടാവും, നല്ല ഡാർക്കാണ് സാധനം. വാട്ടർ പ്രൂഫ് ആണെന്നാണ്. ഇത് കുറച്ച് നേരം നിൽക്കുമ്പോൾ അത്യാവശ്യം ഇതാവുന്നുണ്ട്. പക്ഷേ നമ്മൾ കണ്ണിന് അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നുമില്ല, കണ്ണിലൊന്നും പറ്റുന്നില്ലാത്ത പോലെ തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ നല്ലുണ്ട്, പക്ഷെ ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് കുറച്ച് കണ്ണെഴുതിയാലും അവിടെ ഒന്നും നമ്മുടെ കൈ ശരിക്കും ലൈറ്റായിട്ട് എന്തോ സാധനം അപ്ലൈ ചെയ്ത പോലെയുള്ളൊരു ഫീലാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഇത് ഞാൻ അധികം വാലിട്ട് കൊടുക്കാൻ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. ഇത് ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്യാറില്ല. ഞാൻ വാങ്ങിയിട്ട് എനിക്കെന്തോ വാങ്ങിയിട്ട് ഫ്ലോപ്പായൊരു സാധനമാണ്. അതുകൊണ്ട് എനിക്കത്ര പിടിച്ചിട്ടില്ല. പിന്നെ കയ്യിലുള്ളത് ഓക്കെ, ഐബ്രോ പെൻസില്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിയതാണ്, ഓൺലൈനിൽ നിന്ന് വാങ്ങിയതല്ല. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ബ്രൗൺ ഷെയ്ഡ്. ഞാൻ ഇതുവരെ ബ്ലാക്ക് ഷെയ്ഡായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായത്. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ശരിക്കും നിങ്ങൾ ഐബ്രോസ് വരച്ചു കൊടുക്കുമ്പോൾ ബ്രൗൺ ഷെയ്ഡ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഡാർക്ക് ഐബ്രോസ് ഒക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഡാർക്ക് യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ബ്രൗൺ ഷെയ്ഡ് നിങ്ങൾ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മളെപ്പോൾ നമ്മുടെ ഒരു ലൈറ്റ് ഷെയ്ഡ് ഐബ്രോസിന് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളധികം ഇങ്ങനെ ഐബ്രോസ് വരച്ച ഒരു ഫീൽ ഉണ്ടാവില്ല. ഇപ്പം ഞാൻ ഐബ്രോസ് ഇട്ടിട്ടുണ്ട്, പക്ഷേ നല്ല എന്താ പറയുക, അധികം നമ്മളിങ്ങനെ കുത്തി വരച്ച് ഒരു ഐബ്രോസ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം ഐബ്രോസ് ഇട്ടു, ആ ഒരു ഫീൽ അധികം ഉണ്ടാവില്ല. അതുകൊണ്ട് എനിക്ക് ഐബ്രോ പെൻസിൽ ഭയങ്കര ഇഷ്ടമായി. ചെറിയ റേറ്റേ ഉള്ളൂ. ഇത് ഞാൻ പയ്യന്നൂർ മോളിൽ നിന്ന് വാങ്ങിയതാണ് പോയ സമയത്ത്. ഇനി വാങ്ങുമ്പോൾ ബ്രൗൺ ഷെയ്ഡ് വാങ്ങാൻ നോക്കാം ഐബ്രോ പെൻസിൽ. പിന്നെ ഇനി നെക്സ്റ്റ് നമുക്ക് ലിപ്പ് ലൈനറും ഇതും ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഈ ഒരു ഐലൈനർ വാങ്ങുമ്പോൾ തന്നെ ഫാൻസിയിൽ നിന്ന് ഈ ഒരു ലിപ്പ് ലൈനർ കൂടെ ട്രൈ ചെയ്യാൻ വാങ്ങിയതാണ്. ന്യൂഡ് ഷെയ്ഡാണ്, അത്യാവശ്യം മോശമില്ല. ഡാർക്ക് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ കുറച്ച് ലൈറ്റ് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ഒരു കണ്ടോ, ഈ ഒരു ടൈപ്പ് ക്രയോൺ ലിപ്സ്റ്റിക്ക് ന്യൂഡ് ഷെയ്ഡൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ലിപ്പ് ലൈനറാണിത്. അധികം വലിയൊരു എന്താ പറയുക, കണ്ടോ, ഒരു ന്യൂഡാണ്, ഒരു തരം ന്യൂഡ് ഷെയ്ഡാണ്, വലിയൊരു ഡാർക്കല്ല. ജസ്റ്റ് ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ ഞാനത് അപ്ലൈ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ ലിപ്പ് ലൈനർ പൊതുവെ അപ്ലൈ ചെയ്ത് കൊടുക്കാറില്ല. ഇനി എൻ്റെ കയ്യിലുള്ളത് ലിപ്സ്റ്റിക് കളക്ഷനാണ്. ഓക്കെ, ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ആദ്യം 3 ലിപ്സ്റ്റിക്സ് ആണ്. 3 അല്ല, ഇപ്പോൾ ഒരു 4. ഇതും ഞാൻ ഡാസ്ലറിൻ്റെ 80 രൂപയുടെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇത് ഞാൻ ചെറിയ റേറ്റാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു പിങ്ക് അല്ല, ഒരു വൈൻ ആ ഒരു ഷെയ്ഡാണ് കേട്ടോ. കണ്ടോ, ഇപ്പം ഞാൻ അപ്ലൈ ചെയ്ത ആ ഒരു ഷെയ്ഡാണ്. നല്ല അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. പക്ഷേ അധികം ലോങ് ലാസ്റ്റിംഗ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഫീൽ ചെയ്തത്, ഇപ്പം ഇട്ടിട്ട് കുറേ നേരം സംസാരിച്ചു ഞാൻ, അതിനിടയിൽ കുറച്ച് വെള്ളം കുടിച്ചു, പക്ഷേ അധികമൊന്നും പോയിട്ടില്ല. ഒരുപാട് ഒരു ഫുഡൊക്കെ കഴിച്ച് വാഷ് ചെയ്താൽ പോകുന്നുണ്ട്, അധികം ലോങ് ലാസ്റ്റ് ഒന്നുമില്ല. പക്ഷേ ചെറിയ റേറ്റ് ആയതുകൊണ്ട് ഞാൻ ഡാസ്ലറിൻ്റെ നല്ല ഷെയ്ഡ് കണ്ടുകൊണ്ട് ഷൂട്ടൊക്കെ ചെയ്യുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ്. നല്ല പിങ്ക് ഷെയ്ഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സ്മെല്ലാണ്, കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സ്മെല്ലാണ്. ഇതിൻ്റെ ഒരുപാട് ഷെയ്ഡ് ഉണ്ടായിരുന്നു. ഞാനൊരു പയ്യന്നൂർ മാളിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് വാങ്ങുമ്പോൾ തന്നെ ഐബ്രോ പെൻസിൽ വാങ്ങുമ്പോൾ അതിലൂടെ ഒന്നിച്ച് വാങ്ങിയതാണ്. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന മാബ്ലിൻ്റെ ക്രയോൺ ലിപ്സ്റ്റിക്കാണ്. എൻജോയ് ദ വ്യൂ എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഓക്കെ, ഇത് ഞാൻ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാം. എൻ്റെ ഈ ഒരു നല്ല അടിപൊളി ഷെയ്ഡാണ്. പക്ഷെ അധികം വലിയ ലോങ് ലാസ്റ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല, കണ്ടോ. അതുപോലെ തന്നെ നല്ല അടിപൊളി സ്മെല്ലാണ്. ഇത് ഞാൻ ഡെയിലി അധികം യൂസ് ചെയ്യാറുണ്ട്. അടുത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്നത് ഇതാണ്. ഓക്കെ, ബാക്കിൽ ഇതിൻ്റെ ഒരു ഷാർപ്നർ കൂടി അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്കിൽ തന്നെ. അപ്പോൾ അത്യാവശ്യം മോശമൊന്നുമില്ല, വലിയ ലോങ് ലാസ്റ്റിംഗ് ഒന്നുമില്ല, എങ്കിലും അടിപൊളി ലിപ്സ്റ്റിക്കാണ്. പിന്നെ ഉള്ളത് എൻ്റെ സ്ഥിരം ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത് എൻ്റെ എന്താ പറയുക, എവർഗ്രീൻ കഴിഞ്ഞു. ഇനി അടുത്ത ഒരു
സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്, വന്നിട്ടില്ല. ഈ ഒരു സാധനം സാധനം കഴിഞ്ഞു എങ്കിലും നമുക്ക് ഇങ്ങനെ പിടിച്ച് അപ്ലൈ ചെയ്യാം. നല്ല പീച്ച്, ഒരു ന്യൂഡ് പീച്ച് ഷെയ്ഡാണ്, ഡാർക്ക് പീച്ച്, അടിപൊളി ഷെയ്ഡാണ് ഇത്. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇത് കണ്ടിട്ട് എൻ്റെ തന്നെ ഒരുപാട് ആൾക്കാർ വാങ്ങിയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് തന്നെ എൻ്റെ കണ്ടിട്ട് 3-4 പേർക്ക് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അടുപ്പിച്ച്. കാരണം അത്രയ്ക്കും നല്ല കളറാണ്, നല്ല ഒരു ഷെയ്ഡാണ്. ഞാൻ യൂസ് ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഈ മാബിലിൻ്റെ സെൻസേഷണൽ ലിക്വിഡ് മാറ്റ് ഫിനിഷിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ സ്ഥിരം പറയുന്ന ലിപ്സ്റ്റിക്കാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇപ്പോൾ അടുത്തായിട്ട് ട്രെൻഡായിട്ടുണ്ടായിരുന്ന ക്രയോൺ ലിപ്സ്റ്റിക്കാണ് ഖൂബ്സൂരത്ത് കുച്ചിപ്പുടി. ഓക്കെ, മാർസിൻ്റെ തന്നെ ക്രയോൺ ലിപ്സ്റ്റിക്കാണ്. ഇതും ഒരുപാടായി കയ്യിൽ. അത്യാവശ്യം അടിപൊളി ഷെയ്ഡാണ്, ഒരു പീച്ച് കളർ. എൻ്റെ ഏകദേശം എല്ലാ ഷെയ്ഡും ഏകദേശം ഒരു പീച്ച്, ന്യൂഡ് പീച്ച് ഷെയ്ഡാണ്. കണ്ടോ, ഞാൻ അങ്ങനെ അധികം ബ്രൗൺ, ഡാർക്ക് റെഡ് അങ്ങനെയൊന്നും എടുക്കാറില്ല. എനിക്കധികം ഇഷ്ടം ഈ ഒരു പീച്ച് ഷെയ്ഡാണ്. അതുകൊണ്ട് എൻ്റെ എല്ലാ ലിപ്സ്റ്റിക്കും ഏകദേശം ഈ ഒരു ഷെയ്ഡിലാണുള്ളത്. ഇതും നല്ലതാണ്, അടിപൊളി ഷെയ്ഡാണ്. അത്യാവശ്യം വലിയൊരു കുഴപ്പമൊന്നുമില്ല, വലിയ ലോങ് ലാസ്റ്റിംഗ് അല്ലെങ്കിലും കുറച്ചൊക്കെ ലോങ് ലാസ്റ്റ് ചെയ്യും. ഇത് അന്ന് പറഞ്ഞതുപോലെ ബാക്കി 2 ലിപ്സ്റ്റിക്ക് ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ടോ ചോദിച്ചാൽ ഇപ്പം ഞാൻ യൂസ് ചെയ്യാറില്ല. കാരണം എനിക്കിങ്ങനെ എന്താ പറയുക, വാരി വലിച്ചിടുന്നത് ഇഷ്ടമല്ല. ഇതെന്തോ വന്ന ഓഫർ ഉണ്ടായ ടൈമിലായിട്ട് വാങ്ങിയതാണ്. ബൈ 1 get 1 ഫ്രീ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു 2 ലിപ്സ്റ്റിക്ക് ഞാൻ മൈഗ്ലാമിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് എടുത്തത്. ഒന്ന് നല്ല ഒരു എന്താ പറയുക, ഈ ഒരു ഷെയ്ഡ് സ്വിങ്ങറും പിന്നെ കപ്പ് കേക്ക് LM80 സ്വിങ്ങറാണിത്. ഈ ഒരു ഷെയ്ഡ് ഇത് അത്യാവശ്യം ഈ ഒരു ഏകദേശം ഇതേ ഒരു പീച്ച് ഷെയ്ഡാണ്, ഡാർക്കാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഇത് പറയുന്നത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. പിന്നെ അപ്ലൈ ചെയ്യുന്നത് പോലെ അങ്ങ് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ ചുണ്ട് ഇങ്ങനെ വാരി വലിച്ചെന്ന ഒരു ലിപ്സ്റ്റിക് ഇട്ട ഒരു ഫീൽ ഉണ്ടാവും. അതുകൊണ്ട് ഞാനിതധികം യൂസ് ചെയ്യാറില്ല. ഇതൊരു ഡാർക്ക് പിങ്ക് ഈ ഒരു ഷെയ്ഡാണ്. ഇത് LM77 കപ്പ് കേക്കിയാണ്, മൈഗ്ലാമിൻ്റെ തന്നെ. കണ്ടോ, കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ്, ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ്. ഇതും ഞാനങ്ങനെ അപ്ലൈ ചെയ്യാറില്ല ഇപ്പോൾ. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് രണ്ടും. പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു വാരി വലിച്ച് ചുണ്ടിന് അപ്ലൈ ചെയ്തൊരു ഫീലാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ എങ്ങനെ ഇപ്പോൾ അപ്ലൈ ചെയ്യാറില്ല. എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം, ഡാൻസൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാനങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാറില്ല. പറയാൻ വിട്ടുപോയി, ഞാൻ ലിപ്സ്റ്റിക്കിൽ തന്നെ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാറില്ല, കറൻ്റ്ലി ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറില്ല. ക്രയോൺ ലിപ്സ്റ്റിക്കാണ്. ഞാനിത് മാർസിൻ്റെ തന്നെ 3 ഷെയ്ഡ്സ് എനിക്ക് ഒരു 316 രൂപ 360 രൂപയ്ക്ക് എങ്ങാനും ഓൺലൈനിൽ മാർസിൻ്റെ ആ ഒരു ടൈമിലേക്ക് തോന്നുന്നു ഒരു 3 years ആയിട്ടുണ്ടാവണം ഇത് വാങ്ങിയിട്ട്. ഇപ്പം ഞാൻ യൂസ് ചെയ്യാറില്ല. എനിക്ക് ഇതത്ര ഒരു ഇഷ്ടമല്ല എന്നല്ല, എനിക്കിത് അപ്ലൈ ചെയ്താൽ എന്തോ ഒരു സാധനം വാരി വലിച്ച ഒരു ഫീലാണ്. പക്ഷേ ഷെയ്ഡൊക്കെ നല്ല ഷെയ്ഡാണ്, മാർസിൻ്റെ 3 ഷെയ്ഡ്സും. ഇത് ഞാനിപ്പോൾ അത്യാവശ്യം ബ്ലഷായിട്ട് യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ ബ്ലഷ് ചെയ്യാറില്ലേ, സെക്കൻഡ് ഷെയ്ഡ് 3 ഷെയ്ഡ്സ് ഒന്നിച്ചാണ് കേട്ടോ. ഇതൊരു വൈൻ ഷെയ്ഡാണ്. 3 ഷെയ്ഡ്സ് ഒന്നിച്ചാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. തേർഡ് ഷെയ്ഡ് ഒരു പിങ്ക് കണ്ടോ, 3 ഷെയ്ഡ്സ് കണ്ടോ. അപ്പോൾ ഇത് 3 ഞാനിപ്പോൾ അത്യാവശ്യം ബ്ലഷായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഞാൻ ലിപ്സ്റ്റിക്കായിട്ട് ഇത് യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബ്ലഷ് ഒന്നും വാങ്ങാത്തത്. ഇതിനോട് തന്നെ നമുക്ക് ബ്ലഷ് ആവുന്നുണ്ടല്ലോ. ലിപ്സ്റ്റിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ബ്ലഷ് വാങ്ങൊന്നും വേണ്ട, ക്രയോൺ ലിപ്സ്റ്റിക് കൊണ്ട് നിങ്ങൾക്ക് ബ്ലഷ് ചെയ്യാവുന്നതാണ്. നമുക്ക് ലാസ്റ്റ് ഇനി പറയാൻ ബാക്കിയുള്ളത് സിറ്റിംഗ് സ്പ്രേ ആണ് എൻ്റെ കയ്യിലുള്ളത് കോസ്മെറ്റിക്സിൽ. ഏകദേശം ഇത്രയേ ഉള്ളൂ ഗൈസ് എൻ്റെ കോസ്മെറ്റിക്സ് എന്ന് പറയുന്നത്. ഒരുപാട് കോസ്മെറ്റിക്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനങ്ങനെ അധികം മേക്കപ്പ് പ്രൊഡക്ട്സ് ആയിട്ടൊന്നും യൂസ് ചെയ്യില്ല. എല്ലാം ഓരോന്നായിട്ട് നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുണ്ട്. അത് കഴിയുമ്പോൾ മാത്രമാണ് ഞാൻ പിന്നെ അതിൻ്റെ എന്തെങ്കിലും എക്സ്പയർഡോ അങ്ങനെ എന്തെങ്കിലും കഴിയുമ്പോഴാണ് ഞാൻ എക്സ്ട്രാ വാങ്ങാറുള്ളത് പൊതുവേ. പക്ഷേ എന്തെങ്കിലുമൊക്കെ പുതിയത് കാണുമ്പോൾ ട്രൈ ചെയ്യാനിപ്പോൾ ഇത് കണ്ടില്ലേ, സൺസ്കൂപ്പിൻ്റെ ടിൻഡഡ് സൺസ്ക്രീൻ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് അങ്ങനെ ഇത് വാങ്ങി.
അതുപോലെ അധികം ലിപ്സ്റ്റിക്കൊക്കെയാണ് അധികം എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങാറുള്ളത്. പിന്നെ പൊതുവേ ഫൗണ്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാനിപ്പം ഡെയിലി യൂസ് ചെയ്യുന്ന സാധനം തന്നെയാണ്. ഇത് കഴിയുമ്പോൾ പുതിയ ഇത് യൂസ് ചെയ്യും. അല്ലാണ്ട് അങ്ങനെ അധികം ഞാനിങ്ങനെ മാറ്റി മാറ്റി അങ്ങനെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. പൊതുവെ കുറവാണ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നത്. പിന്നെ എപ്പോഴെങ്കിലും ഇഷ്ടമാണെങ്കിൽ മാത്രം ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ലിപ്സ്റ്റിക്സ് അത്യാവശ്യം എല്ലാ ഷെയ്ഡും ഞാൻ ഏകദേശം യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇനി ലാസ്റ്റ് പറയാനുള്ളത് NYBയുടെ സെറ്റിംഗ് സ്പ്രേ ആണ്. ഇതും ഞാൻ വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ മാരേജോ അടുത്തുള്ള എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ മാരേജ്, എൻ്റെ കസിൻസൊക്കെ മാരേജൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഞാൻ മേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് തയ്യാറായിട്ടുണ്ടെങ്കിൽ മാത്രം ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് സെറ്റിംഗ് സ്പ്രേ. ഇതങ്ങനെ തന്നെ വാങ്ങിയതുപോലെ ഉണ്ട്, ഒന്നും അധികം യൂസ് ചെയ്തിട്ടില്ല. പൊതുവെ യൂസ് ചെയ്യാറ് കുറവാണ്. അപ്പോൾ ഇത് NYBയുടെ മാറ്റ് സെറ്റിംഗ് സ്പ്രേ ആണ്. അടിപൊളി സ്പ്രേ ആണ് കേട്ടോ. ഇതും നല്ലൊരു ഫിനിഷിങ് കിട്ടും നമുക്ക് മേക്കപ്പിലൊക്കെ. അപ്പോൾ ഒരുപാട് ലോങ് ലാസ്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാറുണ്ട് എനിക്ക്. എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റാ.